മാധ്യമങ്ങളിൽ നിന്ന് മലയാള മാധ്യമങ്ങളെ പൊതുവെ പലരും വിശേഷിപ്പിച്ച് കേൾക്കാറുണ്ട്. ഈ മാധ്യമങ്ങളൊന്നുമില്ലെങ്കിൽ പലപ്പോഴും പല വാർത്തകളും നമ്മൾ അറിയുകയില്ല എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും യൂട്യൂബ് ചാനലുകളിൽ വരുന്ന പല വാർത്തകളും വ്യാജമാണ്. എന്തെല്ലാം വാർത്തകൾ, വ്യാജ വാർത്തകളാണ് ഓരോ നിമിഷവും യൂട്യൂബ് ചാനലുകളിൽ പടച്ചു വിടുന്ന ചില മനുഷ്യർ. കേവലം പൈസയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി പടച്ചു വിടുന്ന പല വാർത്തകളും സത്യസന്ധമല്ലാത്തതും ശുദ്ധ അസംബന്ധവും കള്ളത്തരങ്ങൾ നിറഞ്ഞതുമായ വാർത്തകളാണ്. ഈ അടുത്ത കാലത്ത് തന്നെ വേണുഗോപാലിൻ്റെ ചരമവാർത്തയുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ തന്നെ എത്രയോ നടന്മാരെയും നടിമാരെയും ഗായകരെയും ഒക്കെ ഈ യൂട്യൂബർമാർ എന്ന ഓമനപ്പേരുള്ള ചില ആളുകൾ അവരുടെ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടി നിഷ്കരുണം കൊന്നുകളയുകയുണ്ടായി. ഇതൊക്കെ കാണുകയും അത് തന്നെയല്ല, അതൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ചില ജനങ്ങളുണ്ട്. അവരൊക്കെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ട്. പിന്നെ അത് തന്നെയല്ല, ഈ ചില വാർത്തകൾ കാണാം. ചില ആളുകൾ ടൈറ്റിൽ തന്നെ കൊടുക്കുന്നു. ടൈറ്റിൽ കൊടുക്കുന്ന സെക്സായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ കൊണ്ട് ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നിറയെ വ്യൂവേഴ്സ് കയറുന്നതുകൊണ്ട് ഒത്തിരി സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും കയറും. ഇത്തരം ചാനലുകളൊക്കെയാണ് പൈസ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗമെന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നു. എന്നാൽ നല്ല രീതിയിൽ ചാനലുകൾ ചെയ്യുന്ന ഒട്ടേറെ ആളുകളുണ്ട്. എന്നാൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ പലരും തയ്യാറാകുന്നില്ല എന്നുള്ളതും വാസ്തവമാണ്. എന്തായാലും വ്യാജ വാർത്തകൾ ചമയ്ക്കുകയും വ്യാജ വീഡിയോകൾ ഇടുകയും ചെയ്തിട്ട് അതിനുള്ളിൽ വലിയ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും കൂട്ടുന്ന പ്രവണത ഒട്ടും നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.